ഞാൻ പരിശുദ്ധ ഖുർആൻ്റെ ഈ ഹദീസും ആയത്തും എല്ലാം ഞാൻ ഹൃദ്യസ്ഥമാക്കിയൊരു വ്യക്തിയാണ്. തമാശകൾക്കൊക്കെ ആദ്യം വായിച്ചതാണ്, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേദികൾ. പിന്നെ എനിക്ക് മനസ്സിലായി പരിശുദ്ധ ഖുർആനും പല ഹദീസും ആയത്തും ഒക്കെ ജീവിതത്തിൽ വലിയ മുൻപോട്ട് നയിക്കാനുള്ള ഒരു ഊർജ്ജമാണ്, ഒരു പ്രസരിപ്പുണ്ട്. മാനവരാശിയോട് സംസാരിക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും പദസമ്പത്തുകളുടെ ഒരു വലിയ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഒരു ഹദീസ് എന്ന് പറയുന്നത് 25-ാമത്തെ ഹദീസാണ്. വല തഖല്ലഹുമാ ഉഫിൻ. മാതാപിതാക്കളെ ചേ എന്ന വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെടരുത്. ചേ അല്ലേ? ചേ പാപപങ്കിലിതമാണ്. ചേ ബാക്കിയൊക്കെ വിട്ടുകളെ. ചേ എന്ന വാക്ക് പാപപങ്കിലിതമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും കണ്ണടച്ച് നോക്കണം. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എത്ര ചേകളാൽ ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്നെ ആത്മവിശകലനം ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് ചേ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ഭാഗം കൊഴിഞ്ഞു പോയത് എൻ്റെ അമ്മ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇനിയൊരു നടത്തമില്ല കിടത്തം എന്ന് പറഞ്ഞ അമ്മ ഒരു വർഷവും ഒരു മാസവും മഞ്ചേരി ആശുപത്രി കൊണ്ടുപോയി ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ചികിത്സിച്ചു. നടക്കൂല എന്ന് പറഞ്ഞ അമ്മ ഇപ്പം നടക്കുന്നുണ്ട്. സ്വന്തമായിട്ട് അമ്മ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ വണ്ടിയിലൊക്കെ കയറണമെങ്കിൽ നമ്മുടെ കാലൊന്ന് പൊക്കി കൊടുക്കണം. കൈക്കും സ്വാധീനമില്ല, കൈയൊന്നും പൊങ്ങൂല, മറ്റു കൈ കൊണ്ട് ഇങ്ങനെ പൊങ്ങുള്ളൂ. ബ്ലൗസ് കിട്ടണമെങ്കിൽ അമ്മയെ സഹായിച്ചു കൊടുക്കണം. 74 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ അമ്മ കാണാത്ത സിനിമകളില്ല, പോകാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളില്ല, കാണാത്ത ബന്ധുമിത്രാദികളില്ല, എല്ലായിടങ്ങളും എൻ്റെ അമ്മ പോയിട്ടുണ്ട്. മേരിക്കുട്ടി പല വേദിയിലും പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി കസേര ഇട്ട് കൊടുക്കും ഫ്രണ്ടിൽ. അമ്മ ഉണ്ടെങ്കിൽ വലിയൊരു സന്തോഷം, ധൈര്യമാണ്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. അമ്മ കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല, എല്ലാ ഭക്ഷണങ്ങളും അമ്മ കഴിക്കും. യാത്രയിലങ്ങോട്ട് കൂടെ കൂട്ടും, പ്രഷറുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടും. അമ്മയുണ്ടെങ്കിൽ ഫ്രെയിമുകളൊക്കെ ഭയങ്കര മനോഹരമായിരിക്കും. ഈ അമ്മമാരും ഉപ്പമാരും, വാർദ്ധക്യമുള്ള ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ വാർദ്ധക്യമുള്ള ഉപ്പയെ ഞാൻ പറഞ്ഞത്, നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ഉപ്പയെ അവരാഗ്രഹങ്ങളുടെ ഏറ്റവും സഫലീകരണമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഒരു മകനും ഒരു മകൾക്കും ഇല്ലെങ്കിൽ ഒരു മരുമകൾക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഒരു അച്ചീവ്മെൻ്റ് ആ മകൾ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനമാണ്. സാധാരണ മരുമക്കൾക്ക് വീട്ടിൽ വരുമ്പോൾ പറയുകയൊക്കെ ചെയ്യും, ഇപ്പം പോരണോ വായിക്കും. ഇല്ല മക്കളെ നിങ്ങൾ പോയി വരി, ഞാൻ പൈസയൊക്കെ ആയില്ല, നിങ്ങൾ പോയി വരി അറി പോരിപ്പാ. ഇല്ല നിങ്ങൾ പോയി വരി മക്കളെ അറി. എന്നാലും പോന്നൂടെ? ഇല്ല മക്കളെ പോയി വരി. കഴിഞ്ഞു. ഉപ്പ ഇങ്ങോട്ട് വരണം, ഉപ്പല്ലാണ്ട് പോകൂല. ഞാൻ എന്താ ചെരുപ്പൊക്കെ ഞാൻ കഴിയൊക്കെ കുപ്പായ ഞാൻ തേക്കുണ്ട്, ഗുളിയൊക്കെ ഉണ്ട് കൊണ്ടുപോകാൻ, ഗുളിക കയ്യിലെടുക്കുക, വണ്ടിയിൽ പതുക്കണ്ട് നിർത്തിയാണ്ട് പോയാൽ മതി. ഉപ്പയും പോരി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഉപ്പ കുട്ടികൾക്ക് വലിയ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഉപ്പയുടെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകുന്നു, ഉപ്പയുടെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നു, ഉപ്പയ്ക്ക് എല്ലാം റെഡിയാക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിച്ചാൽ ആ മനസ്സെത്തുന്നിടത്ത് ശരീരമെത്താതെ, ശരീരമെത്തുന്നിടത്ത് മനസ്സെത്താത്ത, കാലുകൾ ഉറയ്ക്കാത്ത കുട്ടികളെ പോലുള്ള ആ വൃദ്ധരുണ്ടല്ലോ, ആ മനുഷ്യൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടിലിനെ കണ്ട് എഴുന്നേക്കും. പിന്നെ മനുഷ്യൻ്റെ സന്തോഷങ്ങളൊക്കെ കാണാൻ പറ്റും പെട്ടെന്ന് മുഖത്ത്. എപ്പോഴാണ് നമ്മൾ വരിക എന്നൊക്കെ ചോദിക്കും. പിന്നെ കുറച്ച് സപ്പോർട്ട് മതിയെന്നേ. വണ്ടിയൊക്കെ പതുക്കെ നിർത്തി 360 ദിവസം കൊണ്ടുപോകുന്നു വേണ്ട. കൊണ്ടുപോയ കടൽ തീരത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മനോഹരമായ പ്രകൃതി സൂര്യനസ്തമിക്കുന്ന ആ കുന്നിൻ ചെരുവിലൊക്കെ വണ്ടിയെ കൊണ്ട് നിർത്തി പതിയെ പിടിച്ചിറക്കി ആ ഒരു കോൺക്രീറ്റ് ബെഞ്ചിൻ്റെ മുകളിലൊക്കെ ഇരുത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് എടുക്കുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫ്രെയിം വല്ലാത്തൊരു ഫ്രെയിമാണ്. കാലം കടന്നുപോയാലും കാഴ്ചകൾക്ക് മനോഹരമായ നയനസുഖത്തെ ഒരുക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്രെയിമായിരിക്കും ആ ഫ്രെയിം. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ കടമ നിർവഹിക്കുന്നവരാണ്. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ശരിക്കും ഗൃഹാന്തരീക്ഷത്തിൻ്റെ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന അസ്ഥിക്കോലങ്ങളാണ് മനുഷ്യജന്മങ്ങൾ അല്ലേ? ശരീരത്തിനകത്ത് ബ്രെയിൻ ചുരുങ്ങി. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്നോട് ഇടയ്ക്ക് ചോദിക്കും, നീ ആരാടാ? സോഡിയത്തിൻ്റെ കുറവുണ്ട് എൻ്റെ അമ്മയ്ക്ക്. നീ ആരാടാ? അമ്മ മുഖത്ത് ഞാൻ കുറേ നേരം നോക്കിയിട്ട് എനിക്ക് കിട്ടിയ മെമ്മൻ്റെ ഒക്കെ എടുത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറയും, എന്നാ മേരിക്കുട്ടി എന്ന് പറയും. അമ്മ അമ്മ കണ്ണൊക്കെ പറയും പെട്ടെന്ന്. എൻ്റെ അമ്മയ്ക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയും പീഡനം വെച്ചൊരു അമ്മയുടെ മകനാണ് ഞാൻ എല്ലാ വേദിയിലും പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ പറയുന്നറിയാമോ? ഞാൻ നിങ്ങളുടെ കയ്യടി വാങ്ങാനല്ല. ഞാൻ ഏകദേശം ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിയും പീഡനവും സഹനവും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. ഒരിക്കലും എനിക്ക് പോലീസ് ജോലി കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ജോലി കിട്ടാൻ തന്നെ കാരണം വളാഞ്ചേരി ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത്തെ ഹൈസ്കൂൾ, രാത്രി 12 മണിക്ക് വന്ന് കിടന്നതും ഒരു അനുഭവമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയും നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചത്, ദൈവമേ 540 ഒഴിവുണ്ട്,
2,40,000 പേര് പരീക്ഷ എത്തുന്നുണ്ട്. എൻ്റെ പേരൊക്കെ വരുമോ? എന്നാലും നെഞ്ചത്തിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുവൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ എൻ്റെ റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ടാൽ എൻ്റെ ശമ്പളം ഞാൻ ഉരുക്കൂട്ടിയിട്ട് ആദ്യം ഞാൻ വാങ്ങണത് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് സ്വർണത്തിൻ്റെ മുട്ടുകമ്മൽ വാങ്ങും. എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളത് കാതിൽ ഇറുക്കിലിയുടെ കമ്മല. അമ്മ കമ്മൽ മാല ഇടാറില്ല. അമ്മയ്ക്ക് ഈ റോൾഡ് ഗോൾഡിൻ്റെ അമ്മ ഇടുകയുള്ളൂ. ഇട്ടാൽ കഴുത്തൊക്കെ ചൊറിയും അമ്മയ്ക്ക്. എൻ്റെ അമ്മയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് എഴുതി പോയി. വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ 5-6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങള്, ഞാൻ കോയമ്പത്തൂർ ശ്രീലങ്ക സർവീസ് കമ്പനി ജോലി ചെയ്യാണ്. അപ്പം അപ്രൻറ്റീസായിട്ട് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ പെങ്ങളെ വിളിച്ച് പറഞ്ഞു, എടാ നിൻ്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ട് പറഞ്ഞു. ആദ്യം അവൾ കളിപ്പിച്ചു, നിൻ്റെ പേര് എല്ലാവരും പേരുണ്ട്, നിൻ്റെ പേര് മാത്രം അതിനകത്ത് ഉണ്ടടാറുണ്ട്. ഏറ്റവും കൂടുതൽ കരഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. പൊട്ടിക്കരഞ്ഞ ദിവസം, സന്തോഷം കൊണ്ട്. കുരുത്തം കെട്ടവനും തലതെറിച്ചവനെന്ന് വിശേഷിക്കപ്പെട്ട ഫിലിപ്പ് എന്ന് പറയുന്ന എൻ്റെ ശിരസിൽ അശോകസ്തംഭം വരാൻ പോകണു. ഞാൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായി. പിന്നെ തുടർന്ന് ആദ്യത്തെ 2 മാസം ശമ്പളം എൻ്റെ അമ്മയ്ക്ക് വാങ്ങിയ കുഞ്ഞ് കമ്മൽ ഇപ്പോഴും 74 വയസ്സിൽ അമ്മയുടെ കാതിലുണ്ട്. എന്തമ്മ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കമ്മൽ മാറ്റാൻ അമ്മ സമ്മതിക്കില്ല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബട്ടണൊക്കെ ഇട്ട് ഇപ്പോഴും അമ്മ ഇതുപോലെ ആ കമ്മൽ അമ്മയുടെ കാതിലുണ്ട്. അമ്മയ്ക്ക് അത്യാവശ്യം സ്വത്തും കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് 2 വണ്ടിയുണ്ട് അമ്മയുടെ പേരിൽ, എല്ലാം ഉണ്ട്. എല്ലാ മാസവും ഓരോ മാസം 5,000 റുപ്യ കൊടുക്കുന്ന മകനാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് എല്ലാ മാസവും കൊടുക്കും 5,000 രൂപ. ചില മാസം 5,500 കൊടുക്കും, 4,500 കൊടുക്കും, കൃത്യമായിട്ട് 5,000 കൊടുക്കും. കൃത്യം 5,000 കൊടുക്കുന്ന മാസത്തിൽ അമ്മ പറയും പോകാൻ. രാവിലെ തലേദിവസം കൊടുക്കും. പോകാൻ നേരത്തെ അമ്മ പറയും, മക്കളെ അതായത് 5,000 റുപ്യ കറക്റ്റാണ്. ഈ അമ്മയുടെ വിചാരം എന്താ അറിയും, ഇത് അമ്മേൻ്റെ ഔദാര്യമാണെന്നാ. 95,000 റുപ്യ ശമ്പളം വാങ്ങണം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഔദാര്യമാണെന്നാ എൻ്റെ അമ്മയുടെ വിചാരം. എൻ്റെ അമ്മയുടെ അവകാശമാണത്. അമ്മയ്ക്ക് 5,000 റുപ്യ കറക്റ്റാണെങ്കിൽ അമ്മ മക്കളെ വലിയ സന്തോഷമാണ്. ചില മാസം ഞാൻ 5,500 റുപ്യ കൊടുക്കും. ആ മാസം എണ്ണണമെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സമയം വേണം. ഈ കൈ കൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മ ഇരുന്ന് എണ്ണി കുറേ കഴിയുമ്പോൾ അമ്മ പറയും, മക്കളെ 500 രൂപ കൂടുതലുണ്ട് മക്കളെ, ഇങ്ങനൊന്നും കൊടുക്കില്ല ആർക്കും. ശ്രദ്ധയില്ല എൻ്റെ കുഞ്ഞിനത് 500 രൂപ കൂടുതൽ കണ്ടോ അമ്മ കണ്ടുപിടിച്ച് പറയും. എൻ്റെ അമ്മ അങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊരു ഉമ്മയെ കൊണ്ട് കൊടുക്കും അമ്മയ്ക്ക്. ഞാൻ വലിയ സന്തോഷമാണ്. ചില മാസം ഞാൻ 4,500 റുപ്യ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല 500 രൂപ കുറവുണ്ട് മക്കളെ നീ തന്നതിലെന്ന്. നീ തന്നതിൽ 500 രൂപ കുറഞ്ഞു പോയി ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. അതാണ് അമ്മമാർ. ഞങ്ങളുടെ അമ്മമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. എപ്പോഴും ഞാൻ ചിന്തിക്കുക, എന്ത് മാത്തമാറ്റിക്സാണ് അമ്മ ഈ പറയണത്, എന്തുകൊണ്ട് അമ്മ പറയാത്തത്? എൻ്റെ അമ്മ അനുഭവിച്ച ഇല്ലായ്മയായിരിക്കാം ഒരുപക്ഷെ. ഇന്ന് 1,00,000 രൂപ പ്രതിദിനം ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ് ഫിലിപ്പ് അമ്പാട്. ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക 30,000 40,000 രൂപ വാങ്ങി പോക്കറ്റ് ഇടും. 80,000 രൂപ വാങ്ങി പോക്കറ്റ് ഇട്ടിട്ടാണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് മുന്നേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രസൻ്റ്ലി എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. തിരിച്ചറിവ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. 55 ലക്ഷം രൂപയോളം വരുന്ന പഠനോപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് വേങ്ങരയിൽ മറ്റൊരു പരിപാടി കഴിഞ്ഞ് 2:30 മണിക്ക് പ്രോഗ്രാം കഴിയും. 5:30 മണിക്ക് 6 മണിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് 9:30 ഫ്ലൈറ്റിൽ UAE പോവും. UAE ഇസ്ലാമിക് സെൻട്രൽ പ്രോഗ്രാം കഴിഞ്ഞ് 22-ന് തിരിച്ചെത്തും. 25-ന് വീണ്ടും ജിദ്ദയിൽ പോവും. ദമാമിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ. 27-ന് ഏപ്രിൽ 27-ന് US പോകും, കാനഡയിലേക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ മഹത്വവൽക്കരിച്ചതല്ല. ഈ അമ്മ എന്ന് പറയുന്ന ചില ജന്മങ്ങളെ ഏതൊരു മകനും സത്യസന്ധമായി ഹൃദയത്തിൽ സ്വാംശീകരിച്ച ദൈവം അവനെ ഉയരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വഴികളിലെ തടസ്സങ്ങളെല്ലാം അവനെ നീക്കി അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ അവനെ പ്രബലനാക്കും. ഞാൻ ഈ 3 മഹത് ഗ്രന്ഥങ്ങളും അതിന് ആഴങ്ങളിലേക്ക് എത്തുന്നപ്പോൾ എനിക്ക് മനസ്സിലായ പല ഇടങ്ങളുമുണ്ട്. പല ഹദീസുമായിട്ടും ഇൻഡയറക്റ്റായിട്ട് പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് പറയുന്നത്. എല്ലാ അർത്ഥങ്ങൾക്കും ഒരു ഇൻഡയറക്റ്റ് ഉണ്ട് കേട്ടോ, ഡയറക്റ്റ് അർത്ഥമല്ല. പ്രവാചകൻ പറയുന്നുണ്ട്, നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഉണ്ണുന്നവൻ അല്ലേ ഇസ്ലാമിൽപ്പെട്ടവനല്ല, മുസൽമാൻപ്പെട്ടവനല്ല എന്ന് പറയുന്നത്. അതിൻ്റെ പച്ചയായ മീനിങ് ആണ് എന്ന് പറഞ്ഞ് അയൽവാസിയുടെ വീട്ടിനകത്ത് ലഹരി എന്ന് പറയുന്ന ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ദുരന്തം മാറ്റാതെ നീ ഇവിടെ സമാധാനത്തോടെ കഴിഞ്ഞാൽ അതൊരു ആർഭാടമായ ഭക്ഷണ രീതിയാണെന്ന പ്രവാചക സന്ദേശം. അതാണ് ഞാൻ പറഞ്ഞൊരു ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട് അല്ലേ, ദ്വയാർത്ഥങ്ങളുണ്ട് അതിനകത്തൊക്കെ. ക്രിസ്തു പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കാൻ പറയുമ്പോൾ ഐ ലവ് യു അല്ലേ മുഹമ്മദ് ക, ഐ ലവ് യു ബീരാക്ക നല്ല പറയാനല്ലോ പറയണേ. അവിടുത്തെ സങ്കടങ്ങളെ നീ തിരിച്ചറിയണം. അവിടുത്തെ മാനസിക വൈകാരിക സാമൂഹ്യ മുറിവുകളെ തിരിച്ചറിഞ്ഞ് സുഖപ്പെടുത്തുന്ന അയൽവാസി, അതാ നല്ല ശമരിയക്കാരൻ. അതൊന്നില്ല.
നമ്മളെല്ലാം വീടുകളൊക്കെ കെട്ടിയടച്ച് CCTV വെച്ച് നമ്മുടെ വീട്, നമ്മുടെ ഭവനം, നമ്മുടെ കോഴി, നമ്മുടെ പറമ്പ്, നമ്മുടെ ഭർത്താവ്, എൻ്റെ കാർ, എൻ്റെ വണ്ടി, എൻ്റെ കുട്ടിക്ക് A+, എൻ്റെ മകന് നല്ല പെണ്ണ്, എൻ്റെ പെണ്ണിന് നല്ല ചെക്കൻ മതി. അങ്ങനെയായി നമ്മൾ മാറിയിട്ടുണ്ട്. മക്കളെ കോഴി നമുക്ക് എന്താ തരിക? മുട്ട. പശു നമുക്ക് എന്താ തരിക? പാല്. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കണേ. കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരുന്നു. അത്യാഗ്രഹം കൊണ്ട് പാവം ബുദ്ധിമുട്ടിയിടുന്ന മുട്ട എടുത്തിട്ട് പൊഴിഞ്ഞടിക്കുക മാന്യന്മാരല്ലേ നമ്മൾ അല്ലേ? ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പശു കഷ്ടപ്പെട്ട് ചുരത്തുന്ന പാല് ഊറ്റിയെടുത്തിട്ട് വിറ്റ് പുട്ടടിക്കണമല്ലേ നമ്മൾ അല്ലേ? എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറയുക പശു നമുക്ക് പാല് തരും, കോഴി നമുക്ക് മുട്ട തരുന്നു. കുട്ടികൾ അങ്ങനെ പഠിപ്പിച്ചിരിക്കണേ. അപ്പോൾ സ്വാർത്ഥതയുടെ ഒരു മനോഭാവമുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ? നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കിക്കേ. ലഹരി എന്ന് പറയുന്ന ദുരന്തം. ഒരു അസമയത്ത് 18 വയസ്സായ മകൻ വീട്ടിൽ കയറി വരുമ്പോൾ ഉറയ്ക്കാത്ത കാലുമട്ട വരുന്നെങ്കിൽ എൻ്റെ ശരീരത്ത് പുകല മണത്ത, മദ്യം മണത്ത ഒരു ഉമ്മ തകർന്നു പോകൂലേ? തകർന്നു പോവും. നിക്കടാ അവിടെ അറിയും എന്താ എന്നെ മണക്കണ, ഇങ്ങോട്ട് ഊതിക്ക, ഉമ്മൻ്റെ മുഖത്ത് ഊത് അങ്ങോട്ട് ഊതുക. എൻ്റെ ഉപ്പ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മരിക്കും മനുഷ്യൻ. പിന്നെ ഉമ്മ ഉറങ്ങൂല, ഉമ്മ തകർന്നു. പക്ഷെ എന്തേ? വഴിവെക്കൽ, റോഡരികിൽ, സ്കൂളിൽ, മൈതാനങ്ങളിൽ, അസമയങ്ങളിൽ, മൂത്രപ്പരുടെ പിമ്പിൽ, തെങ്ങിൻതോപ്പിൽ, പാറക്കെട്ടിൽ, നദിക്കളി, കുളക്കരയിൽ, ആഘോഷങ്ങൾക്കിടയിലൊക്കെ ചില കുരുത്തം കെട്ടവനെന്നൊക്കെ പറയപ്പെടുന്ന പറക്കുമുറ്റാത്ത മക്കൾ കൈവച്ച് തിരുമുകയോ വലിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കണ്ട നമുക്ക് ഇടപെട്ടൂടെ? എന്താ ഇടപെട്ട് കഴിഞ്ഞാൽ ഏക്കയപ്പെട്ടം തോക്കെടുത്തിട്ട് വെടിവെച്ച് തള്ളിയിടുവോ? അല്ല കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ട് കൊല്ലുമോ? ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ, എൻ്റെ ദേശം എനിക്ക് നോക്കാൻ പറ്റണത്. ഞാൻ പോയിട്ടുണ്ട്. മക്കളെ ഞാൻ അടുത്ത് ചെന്നിട്ടുണ്ട്. ഞാൻ തോളിൽ കൈവച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലെന്ന്. പതിയെ സിഗരറ്റ് നിലത്തേക്കിടും. എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ? എന്താ എൻ്റെ മോൻ്റെ കയ്യിലെന്താ? നീ എൻ്റെ മോനെ പോലെ അതുകൊണ്ടാണ് ചോദിക്കണേ. എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ? വലിയ വേദന ഉണ്ട്. ആ സിഗരറ്റ് പതുക്കെ നിലത്തിടും. എന്നിട്ട് ചവിട്ടിട്ട് കെടുത്തു ഇങ്ങനെ. എന്നാൽ മറ്റേ തോണ്ടും. പോവുക, ഇവിടെ നിൽക്കണ്ട. കാര്യം എന്താ? സ്നേഹാചാര ചിന്തകളുള്ള നല്ല മനുഷ്യരുടെ നാടാ അവിടെ. പക്ഷെ കണ്ടിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കും അല്ലേ? എങ്ങനെ പ്രതികരിക്കണം? സ്നേഹാചാര പ്രതികരണമാ. എൻ്റെ മോൻ്റെ പേരെന്താ? എൻ്റെ കുഞ്ഞിനെ പോലുണ്ട് ഇതിനെ കണ്ടിട്ട്. എന്താ നിൻ്റെ കയ്യിൽ? ഇതിൻ്റെ പേരാ സ്നേഹാചാര പ്രതികരണം. സദാചാര പ്രതികരണമല്ല. സദാചാര പ്രതികരണം മരണത്തിലേക്ക് എത്തും, ചോദ്യം ചെയ്യലിലേക്ക് എത്തും. എന്താ എൻ്റെ പേര്? ഇവിടുന്നാ കുടിക്കണേ? ശരി, ഇവിടുന്നാ വലിക്കണേ? ഇവിടെ ജാഗ്രതാ സമിതിയൊക്കെ ഉള്ള എനിക്കറിയില്ലേ? എന്നെ പണിയൊക്കെ പോടാടുന്ന് പറയും അല്ലേ? കഴിഞ്ഞു. പിന്നെ അടിയടിയും പിടിയൊക്കെയോ. അപ്പോൾ പക്ഷെ നമ്മളങ്ങനെ പറയണമെങ്കിൽ നമുക്കൊരു സംഭവം വേണ്ടേ? എന്താ സംഭവം? ഒരു സഹോദരി പറഞ്ഞ സംഭവമാണ്, സഹോദരൻ പറഞ്ഞ സംഭവമാണ്. ആ സംഭവം എന്താ? 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ ഇങ്ങോട്ട് ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരു മകനാണെങ്കിൽ പറയും അല്ലേ? നമുക്ക് പട്ടട വെക്കേണ്ട, നമ്മെ സംരക്ഷിക്കപ്പെടേണ്ട മകനാണ് കണ്ടെങ്കിൽ നമ്മൾ പറയും സഹോദര നീ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയില്ല. അങ്ങാടിയിൽ കണ്ടത് മുഴുവൻ പൊയ്മുഖങ്ങളെ. നമ്മൾ കണ്ടത് പൊയ്മുഖമാ. ആരോ അമ്മയ്ക്കുണ്ടായ മകനാ. നമ്മളെ ബാധിക്കൂല. നമ്മളെ ബാധിക്കണമെങ്കിൽ നമ്മുടെ മകൻ മകളാകണം. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മളിലേക്ക് നമ്മൾ ഒതുങ്ങി. അന്നാണ് ഈ നാടിങ്ങനായത്. സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ടു പോയി. എന്നെല്ലാവർക്കും പേടിയാ അല്ലേ? ബാബു മാഷിൻ്റെയും ബഷീർ മാഷിൻ്റെയൊക്കെ അടി പേടിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുമായിരുന്നത്. ഇന്ന് കുട്ടികളുടെ അടി പേടിച്ചിട്ട് മാഷന്മാർ സ്കൂളിൽ വരുന്നില്ല. കാലം അങ്ങനായി മാറി. അപ്പം പ്രിയപ്പെട്ടവർ, ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇന്ന് ഈ പ്രവാസി കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയുണ്ടല്ലോ, ഈ പരിപാടിയിൽ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ നാശത്തിൻ്റെ വക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കണം നമുക്ക്. പക്ഷെ അതിന് പ്രതിവിധികളുണ്ട്. എന്താ പ്രതിവിധികൾ? അവരെ കണ്ണുകളിലൂടെ അവരെ കാണണം അല്ലേ? അവരെ കണ്ണുകളിൽ കാണണം. പ്രവാസ ലോകത്തേക്കുന്ന പ്രവാസികളൊക്കെ മാക്സിമം അവിടെ വരുമ്പോൾ വെയ്റ്റ്ലെസ് ആയ ബാഗാണ് വാങ്ങുക. വെയ്റ്റ്ലെസ് ആയ ബാഗ്. എന്തിനാ? 30 കിലോ. എയർ ഇന്ത്യക്കാണെങ്കിൽ 40 കിലോ, അല്ലെങ്കിൽ മറ്റുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്കൊക്കെ എന്ന് വെച്ചാൽ മറ്റു അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾക്കൊക്കെ 30+, 7+ ലാപ്ടോപ്പ്. അപ്പോൾ എപ്പോഴും ഒരു മൈൻഡ് ഉണ്ട്, മാക്സിമം വെയ്റ്റ്ലെസ് ആക്കണം, അല്ല വെയിറ്റ് കുറച്ച് കൊണ്ടുവരണം. ഒരു ചോക്ലേറ്റ് കൂടുതൽ വാങ്ങി എൻ്റെ വീട്ടിലേക്ക് എത്തണം. ഒരു പേനയെങ്കിലും ഒരു പേന കൂടുതൽ വാങ്ങണം. അതുകൊണ്ട് മാക്സിമം ആളുകൾക്ക്
രക്തങ്ങൾക്ക്, ബന്ധങ്ങൾക്കൊക്കെ എൻ്റെ സ്നേഹം പകുത്തു കൊടുക്കണം. എത്ര പല ഇടങ്ങളിൽ ഞാൻ A1 സ്റ്റോറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട്, പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ 5 ദിർഹം 10 ദിർഹത്തിലൊക്കെ സാധനങ്ങൾ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്യുന്ന കാണുന്നുണ്ട് പല മനുഷ്യരെയും. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നോക്കി കണ്ടിട്ടുണ്ട് പലപ്പോഴും. 5-8 വർഷമായിട്ടും GCC കൺട്രോൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും നോക്കി കാണാറുണ്ട്. അത് സെലക്ട് ചെയ്യുന്ന, പർച്ചേസ് ചെയ്യുന്നത്, ആ മനുഷ്യൻ്റെ രൂപം ഭാവമൊക്കെ കാണണം. എനിക്ക് തോന്നിയിട്ട് ആ മനുഷ്യൻ അതേപോലെ നാട്ടിലോട്ട് പോവില്ല. ആ കാലിലെ ചെരുപ്പ് തൊട്ട് വസ്ത്രങ്ങളൊക്കെ എനിക്കറിയാം. ആ മനുഷ്യനെല്ലാം ഇറുക്കി പിടിച്ച് ജീവിക്കുകയാണ് അവിടെ. ആർഭാടങ്ങളെ മാറ്റിവെച്ച്, ആഘോഷങ്ങളെ മാറ്റിവെച്ച്, തൻ്റെ സ്വപ്നങ്ങളെ മാറ്റിവെച്ച്, തൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ച് തൻ്റെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ തൻ്റെ കുടുംബം അതാ സ്വപ്നങ്ങൾ കണ്ട് വളരുന്നു. അല്ലലും അലച്ചലുമില്ലാതെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാം. സ്നേഹം മാത്രം എനിക്ക് കിട്ടിയാൽ മതി, എൻ്റെ വീട്ടിൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ലേ, ഇത് മാത്രം കണ്ടാൽ മതി. അങ്ങനെയാണ് ഓരോ പ്രവാസിയും സ്വപ്നം കാണുന്നത് പലപ്പോഴും. പക്ഷെ പലർക്കും ഒരുപക്ഷെ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കുടുംബ ബന്ധത്തിനകത്ത് ഊഷ്മളതകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് വന്നു കയറുന്ന പല പെൺകുട്ടികൾക്കുമുള്ള പ്രശ്നം മാതാപിതാക്കളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അതാണ് ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വജ്ഞൻ ഓത്യസ് പറയുന്നുണ്ട്, വിവാഹം കഴിച്ച പെൺകുട്ടികളോട് പറയണം, അല്ലയോ നാരി, നീ വിവാഹിതയാണെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളുക, സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിനക്ക് വിരുന്നൊരുക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് ഒരു കഥ പറയാം. ഇത് ആത്മീയമായിട്ടും ശാസ്ത്രീയമായിട്ടും ഭൗതികമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രമേൽ നമുക്ക് പകർത്താൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി സഹോദരിമാരോട് പറയുന്നുണ്ട്, അല്ലയോ സഹോദരി, നീ ഇപ്പോൾ വസിക്കുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് ഓർക്കുക, നിനക്ക് ജന്മം നൽകിയ നിൻ്റെ ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ അവരുടെ അവസാന നാളിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ കൂട്ടിരിക്കാനോ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ട് കൊടുക്കാനോ ഞാൻ നിനക്ക് അവസരം തന്നു എന്ന് വരില്ല. വേണമെങ്കിൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ആശുപത്രി പോയി ഉമ്മയെ കണ്ടിട്ട് പോട്ടെ, ഏട്ട വരാറേ, ഇക്ക വരാറേ, കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാറേ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാം. വരുന്ന വഴിയിലോ വീട്ടിലെത്തിയിട്ടോ ദൂതം വഴി നിനക്ക് വിവരം കിട്ടും, ഉമ്മ മരിച്ചു പോയിരിക്കുന്നു, അച്ഛൻ മരിച്ചിരിക്കുന്നു, വിവരം കിട്ടും. അതുകൊണ്ട് ഓടിപ്പാഞ്ഞ് നീ നിൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ അതാ നിൻ്റെ അച്ഛൻ്റെ ചാരെ അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയുടെ ചാരെ മറ്റൊരു പെൺകുട്ടി അതാ ആ അച്ഛൻ്റെ ചാരെ അമ്മയുടെ ചാരെ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്നു. നോക്കണേ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുട്ടിയുടെ സ്ത്രീകളോട് പറയണേ, സഹോദരിയോട് പറയണേ, സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കയുടെ അടുത്ത് പോയി നിൽക്കാൻ നിങ്ങൾക്ക് അവസരം തരൂല എന്ന്. അവസരം വേറൊരു പെൺകുട്ടിക്ക് കൊടുത്തു എന്ന്. അതവളെ ഭംഗിയായി അതവിടെ ചെയ്തോളുന്നു, അവിടെ ചെയ്തോളും, നീ ആശങ്കപ്പെടേണ്ടാവും. നിനക്ക് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അവരുടെ കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ. നോക്ക്, ഒരുപാട് കുറ്റവും കുറവും ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്ക് ഉണ്ടെന്ന് വേണ്ടി പറയാണ്. അത് 2 വട്ടം പറയാണ്. ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ അവരെ സന്തോഷിപ്പിച്ച് സ്നേഹിച്ച് സുഖമരണത്തിലേക്ക് നിനക്ക് എത്തിക്കാൻ സാധിച്ചാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം. പ്രത്യുത ക്ലോസ് ഉണ്ട്. പ്രത്യുത നിന്റെ സ്വഭാവനത്തിൽ മറ്റൊരു പെൺകുട്ടിയാൽ ഈ വേല ഞാൻ ചെയ്തു കൊടുത്തോളാം, അതിൽ നീ ആശങ്കപ്പെടണ്ട. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല സാക്ഷര കേരളത്തിൽ. അമ്മായിപ്പം പോരും അമ്മായിമ്മ പോരും, ഇവിടെ മാത്രമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഉപ്പപ്പന്മാരെയും വല്യപ്പന്മാരെയും ഒക്കെ സ്നേഹിക്കാൻ പഠിക്കുക. വാക്കുകൾ ചുരുക്കുകയാണ്. ലോകം മൊത്തം മാറി എന്ന് പറയുന്നിടത്ത് ഓർക്കുക, മാതാപിതാക്കളൊക്കെ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും പറയുകയാണ് കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, ഒരു മിഡിൽ ഏജ് ആളുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. മരിച്ചുകൊണ്ടിരിക്കുക. എവിടെ മരിക്കണേ? എന്താ കാര്യം? പെൺകുട്ടികൾ ഓർത്തിട്ട് മരിക്കണേ, കുടുംബത്തോർത്തിട്ട് മരിക്കണേ. ജോലി ചെയ്യുന്ന സ്ഥലത്തും വിദേശത്തും സ്വദേശത്തും ഒക്കെ കാർഡിയോ അറസ്റ്റ് ഒക്കെ വന്ന് മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെ കൺസിഡർ ചെയ്യുക. ഒരുപക്ഷെ നാളെ നമ്മുടെ ഭർത്താവിനെ കാണാൻ പറ്റും, ഉപ്പയെ കാണാൻ പറ്റും എന്നൊക്കെ വെറുതെയാണ്. ഒരുപക്ഷെ കാണാൻ പറ്റി എന്ന് വരില്ല. അവരോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ജീവിതത്തിൽ നല്ല ചിന്തകളും നല്ല സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ മടവി പ്രവാസി കൂട്ടായ്മയോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആർക്കെങ്കിലും പഠന ഉപകരണം ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സേതൻ നമ്പർ വിറകിലൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. ആ ലാപ്ടോപ്പ് എന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഹയർ സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്കുള്ളതാണ്. തീർച്ചും നിർദ്ധരായ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിന് ക്യൂവോ അതിന് അപേക്ഷയൊന്നുമില്ല, ചാരിറ്റി ഓർഗനൈസേഷൻ ഒന്നുമല്ല. ശരിക്കും ഞാൻ എൻ്റെ ശബ്ദങ്ങളെയും എൻ്റെ ക്ലാസ്സുകളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ത്രെഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റബിളാണ്, ഓഡിറ്റബിളാണ്. തീർച്ചയായിട്ടും മറ്റ് ഫണ്ടുകളൊന്നും ഇവിടെ നിന്ന് വാങ്ങാറോ ഒരു സൗജന്യം സ്വീകരിക്കാറൊന്നുമില്ല.
മാക്സിമം സർക്കാരിൻ്റെ ഇപ്പം 60,000 പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ഹാപ്പിയാണ്. യാത്രകളിൽ ശരീരം കുറച്ച് വീക്കാണ്. ഇപ്പം ഒരു ദിവസമൊക്കെ 3-4 പ്രോഗ്രാമൊക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടാവാം മേ ബി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ഓർക്കുക. സോഷ്യൽ മീഡിയ ഇൻകം എന്ന് പറയുന്നത് തിരക്കടില്ലാത്ത ഒരു നല്ല ഫ്യൂജ് എമൗണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. ഏകദേശം 2 lakhs മോർ ദാൻ 3 lakhs റുപ്പീസിനടുത്ത് സോഷ്യൽ മീഡിയ ഇൻകം പെർ മന്ത് ഉണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ഇടങ്ങളിൽ ആളുകൾക്ക് നന്മ ചെയ്യാൻ ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസും ഒരുപക്ഷെ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന ജന്മം കൊണ്ട് കോട്ടയം ജില്ലക്കാരനും കർമ്മമാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഈ മലപ്പുറത്ത് കർമ്മം ചെയ്യുന്ന ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇടങ്ങളിൽ എൻ്റെ സുതാര്യമായി നന്മ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഓരോ വീഡിയോ കാണില്ല. അതുകൊണ്ട് ഫിലിപ്പ് അമ്പാടിൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം കാണുകയും ലൈക്കും ഷെയറും ചെയ്യാമെന്ന് പറയുന്നു. യൂട്യൂബ് അടുത്ത് തുടങ്ങിയിട്ടുള്ള യൂട്യൂബ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ, സൗജന്യമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ചിലവ് അതിനകത്തില്ല. നമ്മുടെ ദേശത്തോ അയൽവാസത്തോ സ്വന്തത്തിലോ ബന്ധത്തിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, വിദേശത്ത് എവിടെ ആയിക്കോട്ടെ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ മാടഞ്ചിന പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ മഹത്തരമായ മക്കളെ ചേർത്ത് പിടിക്കാൻ നാശത്തിൽ എൻ്റെ വഴിയിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് പറയുന്ന ക്യാമ്പയിൻ ഏറെ സന്തോഷത്തോടു കൂടി എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ കുടുംബത്തിനകത്ത് സ്വസന്തോഷം വാഴുക. ലഹരി എന്ന് പറയുന്നത് കൂടുമുണ്ടാകുന്ന ഏറ്റവും മഹത്തരമായ ഇമ്പമാണ്. ലഹരി എന്നത് കൂടിയിരിക്കുന്ന മാതാപിതാക്കളും ഉമ്മയും ഉപ്പയും മക്കളും എല്ലാം ഇരിക്കുന്ന ആ സുന്ദരമായൊരു നിമിഷമാണ് ലഹരി എന്ന് പറയുന്നത്. ഒരു ഉപ്പ സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ശരിക്കും സന്തോഷിക്കുന്നത് മക്കളുടെ വളർച്ചയിലല്ല, മക്കളുടെ വിജയത്തിന് മുമ്പിലാണ്. ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു മകൻ തകർച്ചയിലാണ്. ഒരു മകൻ തകർന്നു പോകുന്നു സ്വമേധയാ, ലഹരിക്കടിയുമ്പോൾ തകരുമ്പോഴാണ് ഒരു ഉപ്പയും തകർന്നു പോകുന്നത്. ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്ന എപ്പോഴാണെന്നറിയാമോ? വീട്ടിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ഉപ്പ നട്ട മരം, ഉപ്പ ഉണ്ടാക്കിയ ചില വസ്തുക്കൾ, അതൊക്കെ ഇളക്കം വരുത്തുക, മുറിച്ചു മാറ്റുക, ഉപ്പയോട് അനുവാദം ചോദിക്കാതിരിക്കുക, ഉപ്പയെ മുഖവിലക്കെടുക്കാതിരിക്കുക, ഉപ്പയോട് ചോദിക്കാതെ യാത്ര പോവുക, ഉപ്പയോട് പറയാതെ ആ പെൺകുട്ടി അല്ലേ ബന്ധു വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ മനുഷ്യന് തോന്നും, ഞാൻ വാർദ്ധക്യമായി, എന്നെ ആർക്കും വേണ്ട, ഞാൻ അങ്ങനെ ആയി തീർന്ന മനുഷ്യൻ തോന്നും. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും അവരോട് അനുവാദം വാങ്ങി അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങണം എപ്പോഴും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കുക, ഓരോ ഇടത്തേക്ക് പോകുമ്പോഴും അവരുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരിൽ നിന്ന് അവരെ അകറ്റി മാറ്റരുത് ഒരിക്കലും. ഓർക്കുക, അവരിൽ നിന്ന്, നമ്മുടെ ഉപ്പപ്പന്മാരുടെ കയ്യിൽ നിന്നോ വല്യപ്പന്മാരുടെ കയ്യിൽ നിന്നോ നമ്മുടെ പേരക്കുട്ടികളെ അകറ്റി മാറ്റരുത്. ഒരു വീട്ടിനകത്ത് ഒരു അല്ലേ നമ്മുടെ ഉപ്പയും ഉമ്മയും ഉള്ളൊരു വീടാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ആ വീട്ടിനകത്ത് നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ്. ഓരോ പെൺകുട്ടിയും ഓർക്കുക, ഭർത്താവുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഏകാവകാശം നിങ്ങളുടെ നാശത്തിലേക്കാണ്. ഒരു ഉമ്മയും ഉപ്പയുമുള്ള വീടിൻ്റെ സുഖവും സന്തോഷവും ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറ്റെവിടെയും കിട്ടൂല. ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ അപമാനിതനെന്ന് എപ്പോഴാണെന്നറിയാമോ? ഒരു പെൺകുട്ടി സ്വന്തമായി തീരുമാനമെടുത്ത് ഉപ്പ പുറക്കണം ഉമ്മ പുറക്കണം ഞാൻ പോവാന്ന് പറഞ്ഞൊരു കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് 18 വർഷത്തെ വളർത്തു നോവിൻ്റെ വേദന കാണാതെ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു ഉപ്പ തകർന്നു പോകും. ഒരു ഉപ്പ ഉപ്പയിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന എപ്പോഴാണെന്നറിയാമോ? മൗനിയായി പോകുമെന്നൊക്കെ പറയും. ചില കണക്ക് പറച്ചികൾക്ക് മുമ്പിലാണ്. ഉപ്പയോട് കണക്ക് പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ത്യാഗവും നമ്മൾ ഉണ്ടാക്കിയതിനെക്കുറിച്ചൊക്കെ ഉപ്പയോട് കണക്ക് പറഞ്ഞു നോക്കിയേ. പലപ്പോഴും അങ്ങനെയാണല്ലേ, നമ്മൾ കണക്ക് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ ഒരുപാട് സമയമെടുത്ത് വാങ്ങും. നമ്മൾ ഷർട്ടും പാൻറ്റും വാച്ചും ഒക്കെ സമയമെടുത്ത് വാങ്ങും. പക്ഷെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യും അല്ലേ? അവർക്കത് മതി, ചിന്തയാണ്. പക്ഷെ അവർ നല്ലതൊക്കെ ഉപയോഗിക്കുന്നേ. പക്ഷെ നമുക്കങ്ങനെ ചിന്തയാണ്, അത് മതിയും അല്ലേ? അതുകൊണ്ട് ഉപ്പമാരെ സങ്കടപ്പെടുത്താതിരിക്കുക, ഉമ്മമാരെ വേദനിപ്പിക്കാതിരിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ സഹനവും പീഡനം അനുഭവിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഉമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തമായൊരു മുറി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ആൾ ദൈവത്തിൻ്റെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഞാനും നിങ്ങളും ഒക്കെ ചെറുപ്പത്തിൽ അണ്ണാങ്കുഞ്ഞിനെ പിടിച്ച് ഉമ്മർത്ത് തലോലിക്കുമ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്ന് എൻ്റെ ശബ്ദം കേട്ട് വിളിച്ചു പറയും, മോനെ മോളെ അതിനെ തുറന്നു വിടും മക്കളെ. അതിനെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള കരയുമെന്ന് പറയുന്ന സ്നേഹവാത്സല്യത്തിൻ്റെ പേരാണ് ഉമ്മ. അവൾ സങ്കടപ്പെടുത്തരുത്. നിന്റെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് ഉമ്മ.
അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നഷ്ടപ്പെട്ടു പോയ മദർ തെരേസമാരാണ് നമ്മുടെയൊക്കെ അമ്മമാർ. അവരെ സങ്കടപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിട നാടിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും മാറാവുകളോടൊക്കെ പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ടം വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. വിളമ്പി കൊടുത്ത ശേഷം തികയാതെ വരുമ്പോൾ മക്കളോട് അമ്മ കള്ളം പറയും, മക്കളെ അമ്മയ്ക്കത് ഇഷ്ടമല്ല കുഞ്ഞെ, നിങ്ങൾ കഴിച്ചു എന്ന് കള്ളം പറയുന്നവരുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയൊക്കെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങളുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, അമ്മയില്ലാത്ത വീട്, എൻ്റെ ഉമ്മയില്ലാത്ത വീടേയല്ല. അതുകൊണ്ട് ആയിരിക്കുന്ന അവസരങ്ങളിൽ മാതാപിതാക്കൾ കടപ്പെട്ടിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ സുന്ദരമായ നിമിഷം മാതാപിതാക്കളോടുള്ള ഏറ്റവും നല്ല നിമിഷമാണ്. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ വാക്ക് മാത്രം നിങ്ങൾ ജീവിതത്തിൽ മറന്നു പോകരുത്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉരുകുക, അവർക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുക. എല്ലാവർക്കും ഫിലിപ്പ് അമ്പാടിൻ്റെ നന്ദി, സ്നേഹം. താങ്ക് യു.